NCP നേതാവിന്റെ അധിക്ഷേപ ഫോൺ സംഭാഷണം പുറത്ത്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗമായ VG രവീന്ദ്രൻ്റെതാണ് ഫോൺ സംഭാഷണം. ക്ഷേത്ര ദർശനത്തിന് സൗകര്യം ആവശ്യപ്പെട്ട് വിളിച്ച വനിതാ നേതാവിനെയാണ് അധിക്ഷേപിച്ചത്. ഫോൺ സംഭാഷണത്തിലേക്ക് ആദ്യം. ഞാൻ കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദന. അവിടെ ഇവിടെ നമ്മുടെ ഒരു തഴവേലൊരു ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പെണ്ണ്. അപ്പൊ അവരും അവരുടെ ഫാമിലി നാളെ ഒരു തൊഴാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. വിളിച്ചില്ലല്ലോ, അവരോട് വിളിക്കാൻ പറ. അല്ല, അവര് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആരെങ്കിലും വേറെ ആരെങ്കിലും വിളിക്കണം. നമ്മുടെ എന്നെ ഇപ്പൊ വിളിച്ചവര് ആരാണത്? മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ വിളിച്ചായിരുന്നു. അതെ, മണ്ഡലം പ്രസിഡന്റ്. അത് എന്നെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് വരെയുള്ളവരെ വിളിക്കാറില്ല. ജില്ലാ ഭാരവാഹികളെ സ്റ്റേറ്റ് ഭാരവാഹികളെ വിളിക്കാറുള്ളൂ. ശരിയാ. മണ്ഡലം പ്രസിഡന്റ് ഇത്ര തന്നിടമായിട്ട് എന്നെ വിളിക്കാനുള്ള ധൈര്യം അറിയില്ലല്ലോ. എവിടെ നമ്പർ കിട്ടി? ആരുടെ നമ്പർ മേടിച്ച്? എന്നെ നേരിട്ട് വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായി. അണ്ടർ നടകൊണ്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും കേട്ടിട്ടുള്ള ഇരിക്കല്ലേ. ശരിയാ. ശ്യാം വിവരങ്ങൾ നൽകും. ശ്യാം, ഈ ഗുരുവായൂരപ്പനെ കാണാൻ ഈ വഴിയൊന്നും തേടേണ്ട ആവശ്യമില്ല. നേരെ പോയി തിരക്കിൽ നിന്നാണെങ്കിൽ തൊഴുതാൽ മതി. അതുകൊണ്ടാണല്ലോ ഈ അധിക്ഷേപമൊക്കെ കേൾക്കേണ്ടി വന്നത്. എന്നാലും ഇയാൾ ആരാണ് ഇത്ര വലിയ അംഗം? അതിവിഷ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള VG രവീന്ദ്രനാണ്. എറണാകുളം പൂത്തോട്ട സ്വദേശിയാണ് ഇദ്ദേഹം. ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിൽ ഇങ്ങനെ വിളിച്ച് ഈ ക്ഷേത്ര സൗകര്യമൊക്കെ ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചതാണ് ഈ സുനില എന്ന് പറയുന്ന NCPയുടെ തഴവ ബ്ലോക്ക് പ്രസിഡന്റ്. അവർ ആദ്യം വിളിച്ചപ്പോൾ അവരെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് മറ്റ് സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്ന കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് വിളിക്കുന്നത്. ആ ഘട്ടത്തിലാണ് പറയുന്നത്, കണ്ട അണ്ടനും അടകൂടനൊന്നും എന്നെ വിളിക്കണ്ട. NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്, ഈ മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും വിളിക്കേണ്ട, സംസ്ഥാന നേതൃത്വം ഉള്ളവർ തന്നെ വിളിച്ചാൽ മതി എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതും പറയുന്നത് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റിനോടാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചേട്ടൻ പറയുന്നതാണ് കറക്റ്റ് എന്ന് ഈ ചന്ദ്രനും കൂടി പറഞ്ഞു വെക്കുന്നുമുണ്ട്. അതായത് ഈ സംഘടനാ തലത്തിൽ സംസ്ഥാന നേതൃത്വത്തിരിക്കുന്ന ആളുകൾക്ക് താഴെത്തട്ടിലുള്ള ആളുകളോട് ഒരു പുച്ഛ മനോഭാവം എന്ന രീതിയിൽ അതും പറയുന്നുണ്ട്, അണ്ടനും അടകൂടനും ഒന്നും തന്നെ വിളിക്കണ്ട എന്ന്. അതായത് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായ അധികം കാലമായിട്ടില്ല. ഈ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ VG സുരേന്ദ്രൻ. ശരി, ശ്രീ VG രവീന്ദ്രൻ, ഈ അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം, ഈ തൊഴാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ വിളിക്കുന്നതൊക്കെ ചിലപ്പോൾ ശല്യമാകാറുണ്ട്. അതൊക്കെ ശരി, അങ്ങക്ക് അത് മര്യാദ രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ അണികളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അല്ലല്ലോ, നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായതല്ല. അവര് പരിചയമില്ലാത്തത് കൊണ്ട് പരിചയമുള്ള ആരെങ്കിലും വിളിക്കണമെന്നേ ഉദ്ദേശമുള്ളൂ. അതാണോ ശ്രീ VG രവീന്ദ്രൻ? ഇതൊക്കെ ആളുകൾ കേൾക്കുന്നതാണ്, വെറുതെ കള്ളം പറയരുത്. ഇപ്പോൾ കേട്ട ഇങ്ങനെയുള്ള ആളുകൾ എന്നെ വിളിക്കരുത്, ഈ ജില്ല അല്ലെങ്കിൽ ഇത്ര നേതൃനിരയിലുള്ളവരെ വിളിക്കാമുള്ളൂ, ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? ഒരു മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും ഏറ്റവും സാധാരണക്കാരൻ വരെ സംസാരിക്കാൻ ഇടം നൽകുന്ന രീതിയിലല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പരമാവധി ആളുകളെങ്കിലും മുന്നോട്ട് പോകുന്നത്? ആ സ്ഥലത്താണോ ഒരു ക്ഷേത്ര ദർശനത്തിന് വിളിച്ചു എന്നതിൻ്റെ പേരിൽ സ്വന്തം പാർട്ടിയിലെ ആളുടെ NCP അല്ലേ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവ് വിളിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയാണോ അങ്ങ് പ്രതികരിക്കേണ്ടത്? ശരി, അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കൂടുതൽ ചോദിക്കാനില്ല. എന്തായാലും അങ്ങ് തിരുത്തിയല്ലോ, ക്ഷമിക്കൂ എന്ന് പറഞ്ഞതിൽ പിന്നെ അത് അവിടെ അവസാനിച്ചു. എന്തായാലും ഇങ്ങനെയല്ലായിരുന്നു അങ്ങ് പറഞ്ഞോളൂ. ശ്രീ VG രവീന്ദ്രൻ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങ് മാപ്പ് പറയുന്നു അല്ലേ? ശരി, താല്പര്യത്തോടെ തന്നെയാണല്ലോ അല്ലേ മാപ്പ് പറഞ്ഞത്? ശരി, ശ്രീ VG രവീന്ദ്രനെയാണ് നമ്മൾ ടെലിഫോൺ ലൈനിൽ കിട്ടിയത്. അദ്ദേഹം സംഭവിച്ചു പോയി, ക്ഷമിച്ചേക്കും എന്നാണ്. താല്പര്യത്തോടെ ആയിരിക്കും പറഞ്ഞത്, ഉള്ളിൽ തട്ടിയായിരിക്കും ക്ഷമ പറഞ്ഞിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഏത് രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നത് പാവം അണികളുടെയൊക്കെ വിയർപ്പിൻ്റെ കൂടി ഫലമായിട്ടാണ്. അതൊക്കെ മറന്നുപോയല്ല പ്രതികരിക്കേണ്ടത്.